ഈ നിരന്തരമായ സംഘർഷങ്ങൾ അതിപ്പോൾ ഗാസയിൽ സംഭവിച്ചിട്ടുള്ള ഒന്നിനെ പോലെ മാത്രം ഈ വിഷയത്തെ കണ്ടാൽ മതിയോ? പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേൽ പോരാട്ടത്തെ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് എത്രത്തോളം ഗൗരവമുള്ളത് എന്നാണ് തോന്നുന്നത്? ഇപ്പോഴത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ 3 മണിക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണം അഭൂതപൂർവവും ആപൽക്കരവുമായിരുന്നു എന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ 2024 ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിൽ ആക്രമണം നടത്തിയിരുന്നു. ഏതാണ്ട് 180ഓളം മിസൈലുകൾ അയച്ചിരുന്നു. അതിന് കാരണമായി വർത്തിച്ച കാര്യങ്ങൾ, ഒന്ന്, ഇറാൻ തലസ്ഥാനം ടെഹ്റാനിലെ അതിസുരക്ഷാ മേഖലയിൽ വെച്ച് രാഷ്ട്രാതിഥിയായി അന്നത്തെ പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിലെത്തിയ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ വധിക്കപ്പെട്ടു. അതിന് തൊട്ട് മുമ്പ് ഹിസ്ബുള്ളയുടെ നേതാവായിരുന്ന ഹസൻ നസ്രുള്ള വധിക്കപ്പെട്ടിരുന്നു. ഹനിയ വധിക്കപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹിസ്ബുള്ളയുടെ മറ്റൊരു നേതാവ് വധിക്കപ്പെട്ടിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടിയായിട്ടാണ് ഒക്ടോബർ 2024 ഒക്ടോബർ 1 ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നത്. ഒക്ടോബർ 25 26 ഇസ്രായേൽ പ്രത്യാക്രമണം നടത്തി. അന്നൊന്നും ഇസ്രായേലിന്റെ പ്രത്യാക്രമണ പരിധിയിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉൾപ്പെട്ടിരുന്നില്ല. ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചിരുന്നില്ല. പ്രതിരോധ കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കപ്പെട്ടിരുന്നു. പക്ഷെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ഇറാനിലെ നതാൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. അതിനു പുറമെ മറ്റ് ചില ആണവ കേന്ദ്രങ്ങളും കൂടി ലക്ഷ്യവേദിയാക്കി മാറ്റപ്പെടുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതിനുള്ളൊരു പശ്ചാത്തലമായിട്ട് പറയപ്പെടുന്നത്, ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി അതിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസം, 2 ദിവസം മുമ്പ് അതിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇറാൻ ആണവ നിർവ്യാപന കരാറിന്റെ വ്യവസ്ഥകളൊന്നും പാലിക്കുന്നില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം 60% ഇറാന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് ഇറാന് ഏത് സമയവും 8 10 ബോംബുകൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടും അതോടൊപ്പം പുറത്തു വരുന്നു. അപ്പോൾ തന്നെ അമേരിക്കയുമായി 5ാം റൗണ്ട് ആണവ ചർച്ചകൾ കഴിഞ്ഞിട്ടുണ്ട്. 6ാം റൗണ്ട് ചർച്ച ഈ ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇസ്രായേൽ എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇറാൻ എന്ന പരമാധികാര രാജ്യത്തെ ഒരു ആക്രമണത്തിന് പ്രത്യാക്രമണം എന്ന നിലയിൽ അല്ല, സ്വയം അങ്ങോട്ട് ആക്രമിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ ആണവ നിർവ്യാപന കരാറിന്റെ വ്യവസ്ഥകൾ നടപ്പാക്കേണ്ട ലോകത്തിലെ രാജ്യം ഇസ്രായേൽ ആണെന്ന മട്ടിലാണ് ഇറാന്റെ പരമാധികാരത്തെയും അന്താരാഷ്ട്ര മര്യാദകളെയും നിയമങ്ങളെയും സർവോപരി നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചത്. അത് പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഇസ്രായേൽ ആക്രമണം ആസന്നമാണെന്ന് ലോകം മുഴുവൻ ഉള്ള വിദേശകാര്യ വിദഗ്ധരിൽ ഭൂരിഭാഗവും വിലയിരുത്തിയിരുന്നു. അത് എപ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ മാത്രമായിരുന്നു തർക്കം. പക്ഷേ വളരെ ആശ്ചര്യകരമായി തോന്നിയ ഒരു കാര്യം, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഈ ആക്രമണത്തെ മുൻകൂട്ടി കാണാനോ പ്രതിരോധിക്കാനോ പറ്റിയിട്ടില്ല എന്നതാണ്. കാരണം ഇസ്രായേലിന്റെ ആദ്യ ആക്രമണം ഇറാന്റെ സൈന്യത്തിലെ ഏറ്റവും ഉന്നതരായ ആളുകളെ ലക്ഷ്യം വെച്ച് ആയിരുന്നു. സംയുക്ത സൈനിക മേധാവി കൊല്ലപ്പെട്ടു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മേധാവി കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖമനേയിയുടെ ഉപദേശകൻ കൊല്ലപ്പെട്ടു. 6 ആണവ ന്യൂക്ലിയർ സയന്റിസ്റ്റ് കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇറാന്റെ മിസൈൽ ബാറ്ററീസ്, ബാലിസ്റ്റിക് മിസൈൽ സൈറ്റ് ലോഞ്ച് അത് ആക്രമിക്കുന്നു. പിന്നെ നദാൻസ് പോലുള്ള ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നു. ഇതൊക്കെ ഇറാൻ 2 കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, ഇസ്രായേലിന്റെ വ്യോമശക്തി. 2, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലെ ബലഹീനത, ദൗർബല്യം, മഹാപാളിച്ചകൾ. 3, ഇറാനകത്ത് അങ്ങോളം ഇങ്ങോളം, ടെഹ്റാനിൽ മാത്രമല്ല അങ്ങോളം ഇങ്ങോളം പെനിട്രേറ്റ് ചെയ്ത, നുഴഞ്ഞു കയറിയ ഇസ്രായേൽ ചാര ശൃംഖല, ഇസ്രായേലിന്റെ ഇന്റലിജൻസിന്റെ നുഴഞ്ഞു കയറ്റം അത്രമേൽ വ്യാപകമായിരുന്നു എന്നുള്ളത് മുൻകാല
ന്യൂക്ലിയർ സയന്റിസ്റ്റുകളുടെ ആക്രമണങ്ങൾ മൊത്തത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. ശരി. അപ്പോ ഈ രീതിയിലുള്ള ഇത് വാസ്തവത്തിൽ ഇത് പിന്നെ എസ്കലേറ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്ക പറയുന്നത് അമേരിക്കക്ക് ഇതിൽ പങ്കില്ല എന്നാണ്. പക്ഷേ ഇസ്രായേൽ പറഞ്ഞത് അമേരിക്കയുടെ ഫുൾ ആൻഡ് കംപ്ലീറ്റ് കോർഡിനേഷൻ ആക്രമണത്തിന് മുമ്പ് ഉണ്ടായിരുന്നു എന്നാണ്. ഈ മണിക്കൂറുകൾക്ക് മുമ്പ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത് എക്സലന്റ് ഓപ്പറേഷൻ എന്നാണ് ഇസ്രായേലിന്. അത് മാത്രമല്ല, അത് അദ്ദേഹം പ്രകീർത്തിച്ചത് ഈ എക്സലന്റ് ഓപ്പറേഷൻ ഇത്രയും എക്സലന്റ് ആവാൻ കാരണം അമേരിക്കൻ മിലിറ്ററി എക്യുപ്മെന്റ് ആണെന്ന് കൂടി പറയുകയും ചെയ്തു. അപ്പൊ അമേരിക്കൻ ശക്തികളെ ആക്രമിച്ചാൽ വൻ തിരിച്ചടി ഉണ്ടാവും എന്ന് പറയുമ്പോൾ പോലും ഇറാൻ ഈ നേരിട്ടോ പ്രോക്സികൾ എന്ന് പറഞ്ഞാൽ ഇറാഖി ഷിയ മിലിഷ്യയുണ്ട്, ഹൂത്തികളുണ്ട്, ഹിസ്ബുള്ളയുണ്ട്, ഇവരൊക്കെ പരീക്ഷണമാണെങ്കിൽ പോലും അതുവഴിയും അമേരിക്കൻ ആസ്തികളെയോ അല്ലെങ്കിൽ അമേരിക്കൻ പക്ഷത്ത് നിൽക്കുന്ന ഗൾഫ് അറബ് രാജ്യങ്ങളെയോ അവരുടെ ആസ്തികളെയോ ഒക്കെ ആക്രമിച്ചാൽ ഹോർമൂസ് സ്ട്രേറ്റ് അതാണല്ലോ ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനാകുമോ എന്നുള്ളതാണ്. താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിനുണ്ട് എന്ന് ഇറാൻ ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇറാനും കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത്ര ആയുധ ശേഖരം കുറഞ്ഞ ഒരു രാജ്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ലല്ലോ. പ്രത്യേകിച്ച് റഷ്യയുടെ പിന്തുണയോടെ അടക്കം ഈ ആയുധങ്ങളടക്കം നവീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ ആണവ പരീക്ഷണങ്ങൾ അത് യുദ്ധക്കോപ്പുകൾക്ക് വേണ്ടിയല്ല, സിവിലിയൻസിന് വേണ്ടിയാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് ഇറാൻ പറയുമ്പോൾ പോലും അത്തരം ചില സംവിധാനങ്ങളും ഒക്കെ ഇറാൻ ഉണ്ട് എന്ന തരത്തിലും വിലയിരുത്തപ്പെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം മൾട്ടി ലെയേർഡാണ്, ബഹുപാളികളുള്ള സംവിധാനമാണ്. അയൺ ഡോം മാത്രമല്ല, ആരോ 2, ആരോ 3, അതുപോലെ മറ്റൊന്നുണ്ട്. അതിന് പുറമെ ഈ അടുത്ത കാലത്താണ് ട്രംപ് താഡ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ആ മേഖലയിൽ ഇസ്രായേലിന് വേണ്ടി തന്നെ വിന്യസിച്ചത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ടെലവീവിലും ജെറൂസലേമിലും ഇപ്പോൾ ഇറാൻ മിസൈലുകൾ വീണിട്ടുണ്ടെങ്കിൽ അതർത്ഥമാക്കുന്നത് ഈ ബഹുപാളികളുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാന്റെ കൈവശം ഉണ്ടെന്നാണ്. അത് എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിലാണ്. കഴിഞ്ഞ കൊല്ലം 2024 ഒക്ടോബറിലൊക്കെ 99% മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ടെൽ അവീവിൽ തന്നെയാണ് പതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇറാന്റെ കൈവശം ഉള്ള ആയുധങ്ങളെ നിസ്സാരവൽക്കരിച്ചുകൂടാ എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ അനുമാനിക്കാം. യെസ്, അതാണല്ലോ ശ്രീ ജോസ്ലീബ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചു, പതിവിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും നവീകരിക്കപ്പെട്ട വ്യോമസേനകളിൽ ഒന്നാണ് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് ആർക്കും തർക്കമൊന്നുമില്ല. ഒരുപക്ഷെ ഇറാനേക്കാൾ യുദ്ധപരിചയവും അനുഭവ സമ്പത്തും ഈ മേഖലയിൽ കൂടുതലും ഇസ്രായേലിനെ എന്ന് തന്നെ വേണം നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. പക്ഷേ എങ്കിൽ പോലും ഇസ്രായേലിലേക്ക് എത്താൻ, ഇസ്രായേലിലെ ജനവാസ മേഖലകളെ ഭീഷണിപ്പെടുത്താൻ ഇറാന്